ഗായ്സ്, അജിലാൻ ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നാണ് ഞാൻ സൈക്കിൾ കാർ ഉണ്ടാക്കി കണ്ടിട്ട് ന്യൂസുകാർ വന്നിരുന്നു. അങ്ങനത്തെ ഒരു വീഡിയോ കാണിച്ചു തരാം. ഈ വെക്കേഷൻ ടൈമിൽ കുട്ടികളൊക്കെ മൊബൈലൊക്കെ ആയിട്ട് ഒരുപാട് സമയം നീക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ ഡിഫറെന്റ് ആയിട്ട് ഒരു വിദ്യാർത്ഥിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്നതാണ്. പേരെന്താ ബാവ? അജ്ലാന്. ഈ എരവന്നൂർ സ്കൂള് കഴിഞ്ഞല്ലേ? അപ്പൊ കുട്ടികളൊക്കെ എന്ത് പറയുന്നു എന്റെ സൈക്കിള് കണ്ടിട്ട്? അഭിപ്രായ എല്ലാ ആളുകൾക്കും ഒരു മിടുക്കനെ പരിചയപ്പെടുത്താന് അജ്ലാന്റെ വീട്ടിലെത്തിയതാണ്. ഈ വീട് നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താ? അവ നരിക്കുനി അടുത്താണ് അല്ലെ? നരിക്കുനി അടുത്തുള്ള അജ്ലാൻ എന്നാണ് പേര്. എരവന്നൂർ സ്കൂളിൽ പഠിക്കുന്ന 7ാം ക്ലാസ്സിലെ മിടുക്കനാണ്. ഇപ്പോൾ 8ാം ക്ലാസ്സിലേക്ക് വിജയിച്ചിരിക്കുകയാണ്. ഓക്കെ, അജ്ലാന് കൊറോണ സമയത്ത്, അതാണ് അജ്ലാന്റെ തുടക്കം അല്ലെ? കൊറോണ സമയത്ത് എല്ലാ ആളുകളും വീട്ടിൽ ഒതുങ്ങിക്കൂടിയ സമയത്ത് അജ്ലാനിന്റെ കഴിവ് ഉപയോഗിച്ച് ഒരുപാട് എന്തൊക്കെ ഉണ്ടാക്കി? ഒരുപാട് വാഹനങ്ങൾ ഉണ്ടാക്കി. കാർബോർഡ് കൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് വാഹനങ്ങൾ ഉണ്ടാക്കി. ആ വാഹനങ്ങളിൽ നിന്നും തുടക്കമിട്ട് ഇപ്പോൾ വലിയ ഒരു വാഹനം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? അതെന്ത് വാഹന? സൈക്കിൾ കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സൈക്കിൾ കാറ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഒക്കെ പ്രചോദനമാവുന്നൊരു സംഭവമാണ്. ഈ സൈക്കിൾ കാർ ഉണ്ടാക്കുന്നത് ആരോടും പൈസ വാങ്ങിയിട്ടല്ല, അല്ലല്ലോ? ആരോടും പൈസ വാങ്ങിയിട്ടല്ല. അവന്റെ രക്ഷിതാക്കളെയോ അല്ലെങ്കിൽ കൂട്ടുകാരെയോ ഉമ്മനെയോ ആരെയും ബുദ്ധിമുട്ടാക്കുന്നില്ല. അതിനൊരു മാർഗം അജ്ലാൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്താ അത്? കച്ചവടം ചെയ്തിട്ട് അതിന് കിട്ടുന്ന ചെറിയ ചെറിയ സാധനം വാങ്ങിക്കൊണ്ടോന്ന് അത് കൂട്ടി ചെയ്യാം. അതാണ് ആക്രി സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് സാധനങ്ങൾ വാങ്ങുന്നത്. ഈ ആക്രി സാധനങ്ങൾ വാങ്ങാനുള്ള പൈസ ഇവിടുന്ന് കിട്ടും. സിപ്പപ്പ് ഉണ്ടാക്കും, അതുപോലെ തന്നെ മുട്ടായി കച്ചവടം നടത്തും. അതെങ്ങനെയാണ് നടത്തുന്നത്? വാടകക്ക് റൂം എടുത്തിട്ടല്ല നടത്തുന്നത്. അവനുണ്ടാക്കിയ സൈക്കിൾ കാറിന്മേൽ 2 കമ്പി ഘടിപ്പിച്ചിട്ട് അതിന്മേൽ പെട്ടി വെച്ചിട്ട് അവിടെ മുട്ടായി കച്ചവടം നടത്തും. അങ്ങനെയാണ് അജ്ലാൻ പൈസ സ്വരൂപിച്ചുകൊണ്ട് അവൻ ഇഷ്ടപ്പെട്ട വാഹനം ഉണ്ടാക്കുന്നത്. വ്യത്യസ്തനായിട്ടുള്ളൊരു സ്റ്റുഡന്റ് ആണ് കേട്ടോ. പൈനാപ്പിൾ ഇതാണ് പൈനാപ്പിൾ. എന്റെ ടേസ്റ്റാ? ഓക്കെ, ഇവനെ അടിപൊളിയാണ്. നിങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്തേണ്ട ഒരാളാണ്. എരവന്നൂർ സ്കൂളിൽ പഠിക്കുന്ന ആളാണ്. അവൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഒരു സൈക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ ഈ സൈക്കിൾ? ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും. അതോടൊപ്പം ഇവിടെ വന്നപ്പോൾ സിപ്പപ്പും കിട്ടി അല്ലേ? ഇതും സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാന്നാ പറഞ്ഞത്. അടിപൊളി, നല്ല മിടുക്കൻ കേട്ടോ. ഇതിൽ നിന്നും വന്നാണ് ഈ വലിയ സൈക്കിൾ മേൽക്കുള്ള തുടക്കം അല്ലേ? വല്യപ്പ എന്ത് അറിയുന്നത്? ഇഷ്ടായോ? ഞാൻ എന്റെ വണ്ടിന്മേൽ ഞങ്ങളൊന്ന് യാത്രയൊക്കെ പോയിട്ട് വരാം. ഓക്കെ, ഇത് അടിപൊളി വണ്ടിയാണ്. അജ്ലാൻ തന്നെ സ്വന്തമായിട്ട് നിർമ്മിച്ച വണ്ടി. 7ാം ക്ലാസ്സിലെ കൊച്ചു മിടുക്കൻ ഇതാ അവന്റെ ആഗ്രഹത്തിനൊത്ത് നല്ലൊരു വണ്ടി നിർമ്മിച്ചിരിക്കുകയാണ്. ഇതിന് ഒരുപാട് എന്താ പറയാ പ്രതീക്ഷകളുണ്ട് അല്ലെ? മോട്ടോർ വെക്കണം, ടയർ മാറ്റണം. ഇതിനൊക്കെ പണം കണ്ടെത്താന് കച്ചവടം ചെയ്യാണ്. കച്ചവടം ചെയ്യുന്നത് എവിടുന്ന? ഈ സൈക്കിൾ കാറിന്റെ മുകളിലെ ബേക്കിലെ പെട്ടിയിലുണ്ട് സിപ്പപ്പുണ്ട്, മുട്ടായിണ്ട്, കോലുമുട്ടായിണ്ട്, തെമുട്ടായിണ്ട് അല്ലെ? എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇത് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ഇവൻ മോട്ടറൊക്കെ വെച്ചു. ഈ വെക്കേഷനിലെ ഒരുപാട് കുട്ടികൾ മൊബൈൽ ഫോണിന്റെയും ടിവിന്റെ മുമ്പിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇവൻ ചിന്തിക്കുകയാണ്, എന്താണ് ഞാൻ ഉണ്ടാക്കേണ്ടത്, എന്താണ് ഈ വണ്ടിക്കുള്ള വികസനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഓരോന്നും കണ്ടെത്തണം. ആക്രിപ്പീടിയ പോ. ആരാ കൂടെ വരിക? ഉപ്പ വരും. മനസ്സിലായി? ഉപ്പ വരും. പിന്നെ ആരൊക്കെ സപ്പോർട്ട് ഉണ്ട്? ഉമ്മ സപ്പോർട്ട് ഉണ്ട്, അധ്യാപകര് സപ്പോർട്ട് ഉണ്ട് അല്ലെ? ഇവരൊക്കെ സപ്പോർട്ട് ഉണ്ട്. ഈ മുട്ടായി വാങ്ങാൻ ആദ്യത്തെ പൈസ ആരാ തന്നെ? ഉപ്പ തരുമോ? ഉപ്പ തരും. ഉപ്പ തന്നിട്ട് അത് കച്ചവടം ചെയ്തിട്ട് ഉപ്പക്ക് തിരിച്ചു കൊടുക്കോ? ഉപ്പക്ക് തിരിച്ചു കൊടുക്കും. പിന്നെ അടുത്ത കച്ചവടത്തിന് വാങ്ങാൻ എന്റെ പൈസ ഉണ്ടാവും. അടിപൊളി. ഇങ്ങനെ സ്വന്തം കച്ചവടം ചെയ്യുന്നു. ഉപ്പ ഒരു സൈക്കിൾ വാങ്ങിത്തരി എന്ന് പറയുന്ന കുട്ടികളോടെ
സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാ ഈ മിടുക്കൻ. ഇതിന് സാധനം വാങ്ങുന്നതോ വാപ്പനോട് പൈസ വാങ്ങിയിട്ടല്ല, കച്ചവടം ചെയ്തിട്ട്. അടിപൊളിയല്ലേ? നല്ലൊരു ലൈക്ക് കൊടുക്കുക.